PSC കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സാം കാലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 2025 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ്. PSC പുറത്തുവിട്ട എക്സാം കാലണ്ടർ അല്ലെങ്കിൽ എക്സാം സ്ലോട്ട് അനുസരിച്ചിട്ട് 14 പരീക്ഷകളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കാത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 3 ബൈ ട്രാൻസ്ഫർ എക്സാംസും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിൽ 7 പരീക്ഷകളുമാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 24 പരീക്ഷകളാണ് 2025 ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി PSC പുറത്തുവിട്ട നോട്ടിഫിക്കേഷൻസിലെ പരീക്ഷകളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് LSTD ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. കാറ്റഗറി നമ്പർ വരുന്നത് 573/2024 ആണ്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് പോകാൻ ചാൻസ് ഉള്ള ഒരു പരീക്ഷ തന്നെയാണ് LSTD. അടുത്ത എക്സാം എന്ന് പറയുന്നത് LSTD അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആണ്. കാറ്റഗറി നമ്പർ 721/2024. അടുത്ത എക്സാം LSTD ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1. കാറ്റഗറി നമ്പർ 584/2024. ഇതിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇക്വലൻസി ഓപ്ഷൻ വെച്ച് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത എക്സാം വീണ്ടും LSTD ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 734/2024. എഗെയിൻ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഫ്രം വുമൻസ് പോളി എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാം. അടുത്ത എക്സാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. PWD ബാർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1. കാറ്റഗറി നമ്പർ 579/2024. ഈ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. സാധാരണ രീതിയിൽ മറ്റ് PSC പരീക്ഷകൾക്കൊക്കെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇവിടെ 40 വയസ്സ് വരെയാണ്. മറ്റ് റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പം അത് തീർച്ചയായിട്ടും ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഇവിടെയും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇക്വലൻസി ഓപ്ഷൻ വെച്ചിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത എക്സാം KSDC ഫോർ SC/ST ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ട്രേസർ ആണ് പോസ്റ്റ് വരുന്നത്. കാറ്റഗറി നമ്പർ 736/2024. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് എന്ന് പറയുന്ന ഇക്വലൻസി ഓപ്ഷൻ വെച്ചിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത എക്സാം കയർഫെഡ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ സബ് എഞ്ചിനീയർ ആണ്. കാറ്റഗറി നമ്പർ 516/2024. ഇനി ഇതുകൂടാതെ ബൈ ട്രാൻസ്ഫർ എക്സാംസ് 3 പരീക്ഷകളുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സാം എന്ന് പറയുന്നത് LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. കാറ്റഗറി നമ്പർ 722/2024. അടുത്തത് LSTD അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ. കാറ്റഗറി നമ്പർ 572/2024. അടുത്തത് കയർഫെഡിലെ സിവിൽ സബ് എഞ്ചിനീയർ. കാറ്റഗറി നമ്പർ 517/2024. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷകളൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 29 ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരട്ടെ. ക്ലാസ്സിനെ പറ്റിയോ പരീക്ഷയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 8281003366 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ലേൺ ഫ്രം ദ